السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 54 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി 55-ാമത്തെ വചനമാണ് എടുക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا أجئتنا بالحق أم أنت من اللاعبين قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. ونرى بسم الله الرحمن الرحيم. قالوا أجئتنا بالحق أم أنت من اللاعبين قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ വചനങ്ങളും. അദ്ദേഹത്തിൻ്റെ പ്രബോധനം പറഞ്ഞു. സ്വന്തം സമൂഹത്തോടും പിതാവിനോടുമടക്കം ബഹുദൈവ ആരാധനക്കെതിരായി അദ്ദേഹം പ്രബോധനം നിർവഹിച്ച കാര്യം പറഞ്ഞു. എന്താണ് നിങ്ങൾ ചെയ്യുന്ന ആരാധിക്കുന്ന ആരാധ്യന്മാരുടെയൊക്കെ സത്യാവസ്ഥ എന്ന് ചോദിക്കുകയും
അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാർഗമാണ്. ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തു പോകുന്നത് എന്ന് അവരതിന് ന്യായം പറയുകയും ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും നിങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു എന്ന് അദ്ദേഹം അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് ആ നാട്ടുകാരുടെ പ്രതികരണമാണ് അടുത്ത വചനം. ഖാലു അജിതനാ ബിൽ ഹഖ് അം അൻത മിനൽ ലാഇബീൻ, നിങ്ങളൊക്കെ പഴിച്ചുപോയി, നിങ്ങളെ പൂർവികന്മാരും പഴിച്ചുപോയി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ഖാലു, അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, അജിതനാ ബിൽ ഹഖ്, അജിതനാ, നീ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നുവോ, ബിൽ ഹഖ്, ഹക്കുമായാണോ വന്നിരിക്കുന്നത്, സത്യമായിട്ടാണോ വന്നിരിക്കുന്നത്, അം അൻത മിനൽ ലാഇബീൻ, അതല്ല, അം അൻത, അതല്ല, നീയാണോ മിനൽ ലാഇബീൻ, കളി പറയുന്നവരിൽപ്പെട്ടവരാണോ, വെറുതെ തമാശ പറയാണോ, അതല്ല, നീ പറഞ്ഞ കാര്യം സത്യമാണോ? കാരണം അവർക്ക് മനസ്സിലായില്ല, അതുവരെ ഇല്ലാത്തൊരു സംഗതിയാണല്ലോ. അവരങ്ങനെ തലമുറകളായി ഈ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ആരും എതിർക്കാറില്ല, ശരിയില്ല എന്നാലും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് കൂട്ടത്തിലൊരാൾ പറയുന്നത്, നിങ്ങളൊക്കെ പഴിച്ചുപോയി, നിങ്ങളും പൂർവികമെല്ലാം വഴികേടിലാണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ്, ജിഅ്തനാ ബിൽ ഹഖ്, നീ ഹക്കുമായി വന്നിരിക്കുകയാണോ, അം അൻത മിനൽ ലാഇബീൻ, അതല്ല, ഇതൊരു ലഅബ്, ഒരു കളിയായി, വിനോദമായി, തമാശയായി പറയുകയാണോ എന്നവർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഖാല ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർളി അല്ലദീ ഫതറഹുന്ന വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുത്തു. ഖാല, അദ്ദേഹം പറഞ്ഞു, ബൽ, അല്ല, റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർള്, റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാരോ, അവനാകുന്നു നിങ്ങളുടെയും റബ്ബ്. ആകാശങ്ങൾ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാരാണോ, അവനാണ് നിങ്ങളുടെയും റബ്ബ്. അല്ലദീ ഫതറഹുന്ന, അവയെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയവനായ, ഫതറ അതാണ് സൃഷ്ടിച്ചു, ഖാലിഖ് അതാണ് ഫാത്തിർ, ഫതറ ഖലഖ എന്നർത്ഥം. ഫതറ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നതിനാണ് ഫതറ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ഖലഖ എല്ലാത്തിലും പറയാം, രൂപപ്പെടുത്തുക, അതേപോലെ സൃഷ്ടിക്കുക തുടങ്ങി സൃഷ്ടിപ്പിന്റെ എല്ലാ തലത്തിലും പറയാവുന്ന വാക്കാണ് ഖലഖ എന്നുള്ളത്. ഫതറ എന്നുള്ളത് ഒരു മുൻ മാതൃകയും ഇല്ലാതെ, മറ്റോ ഉണ്ടാക്കി വെച്ച് നോക്കാതെ പുതിയതായി ഉണ്ടാക്കുക, ഇല്ലായ്മയിൽ നിന്ന് പുതുതായി സൃഷ്ടിച്ചുണ്ടാക്കുന്നതാണ് ഫതറ എന്ന് പറയാം. അപ്പൊ ഖലഖ ഫതറയാണ്, അല്ലാത്തതുമാണ്. എന്നാൽ ഫതറ എന്നുള്ളത് അത് മുൻമാതൃക ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് പുതുതായി ഉണ്ടാക്കുന്നതിന് മാത്രമാണ് ഫതറ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. ഫാത്തിർ, സൃഷ്ടാവ് എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയുക. അല്ലദീ ഫതറഹുന്ന, ഇവയെല്ലാം സൃഷ്ടിച്ചവനായ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ, അതിനെ പരിപാലിക്കുന്നവനുമായ റബ്ബ്, അവനാകുന്നു നിങ്ങളുടെയും റബ്ബ്. വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ, വഅന, ഞാനാവട്ടെ, അലാ ദാലികും, ആ കാര്യത്തിന്, മിനശ് ഷാഹിദീൻ, സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവനാകുന്നു എന്ന് അദ്ദേഹം അവരോട് വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാം പഴിച്ചുപോയി, നിങ്ങളെ പൂർവികന്മാരും വഴികേടിലാണ്, ആ വഴികേടിൽ ഞാനില്ല, ഞാനതിൽ നിന്ന് വിട്ടു. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന രക്ഷിതാവാരാണോ, ആ രക്ഷിതാവാണ് നിങ്ങളുടെയും റബ്ബ്, ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് വത്തല്ലാഹി ലഅകീദന്ന അസ്നാമക്കും ബഅദ അൻ തുവല്ലൂ മുദ്ബിരീൻ, കൂടുതൽ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. വത്തല്ലാഹി, അല്ലാഹുവാണ് സത്യം. തല്ലാഹി, താ ഖസമിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ്. വല്ലാഹി എന്ന് പറയുന്ന പോലെ, ബില്ലാഹി എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് തല്ലാഹി, താഉൽ ഖസം, ഖസമിന്റെ താ. വത്തല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം. ലഅകീദന്ന അസ്നാമക്കും, ലഅകീദന്ന, ഞാനൊരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. കാദ യകീദു എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിക്കുക എന്നാണ്. കാദ യകീദു, കൈദ്, തന്ത്രം പഠിച്ച വാക്കാണ് കൈദ് എന്നുള്ളത്. കാദ യകീദു, അക്കീദു,
അക്കീദന്ന കാദ മാദി യക്കീദു മുദാരി, അതിന്റെ മുതകല്ലിമാണ് അക്കീദു. ല അക്കീദന്ന തീർച്ചയായും ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. അസ്നാമക്കും നിങ്ങളെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു ഉപായം ഞാൻ പ്രയോഗിക്കുക തന്നെ ചെയ്യും. ബഅദൻ തുവല്ലു മുദ്ബിരീൻ, ബഅദൻ തുവല്ലു നിങ്ങൾ പിന്തിരിഞ്ഞതിന് ശേഷം, മുദ്ബിരീൻ പിന്മാറിപ്പോകുന്നവരായി ഇവിടുന്ന് പിന്തിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ ഈ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു അദ്ദേഹം അള്ളാഹിന്റെ പേര് സത്യം ചെയ്തുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ഒരു ശപഥം ചെയ്തു. അത് അദ്ദേഹം സ്വകാര്യമായി പറഞ്ഞാണ്, ഇവിടെ പരസ്യമായി പ്രഖ്യാപിച്ചതല്ല. സ്വകാര്യമായി അദ്ദേഹം ചെയ്തൊരു ശപഥമായിരുന്നു. അസ്നാമക്കും ഞാനിതൊക്കെ ഒരു പിന്നെ വഴിയുണ്ടാക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക മാത്രമല്ല, പ്രവൃത്തിപഥത്തിൽ തന്നെ അത് ബോധ്യപ്പെടുത്താൻ കൂടി അദ്ദേഹം ശ്രദ്ധിച്ചുവെന്നാണ്. അതായത് വാക്കാൽ പറഞ്ഞു ഇതൊന്നും ആനന്ദിക്കപ്പെടാൻ പറ്റിയവരല്ല, ഇത് വഴികേടാണ്, പടച്ചറപ്പിനെ മാത്രമേ ആനന്ദിക്കാവൂ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ എല്ലാം ഒരു നിരർത്ഥകത, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇവയൊന്നും ആരാധ്യരാവാൻ പറ്റിയവരല്ല എന്നുമൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രവൃത്തിപഥത്തിൽ കൂടി അത് കാണിച്ചു കൊടുക്കാനും കൂടി അദ്ദേഹം തീരുമാനിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇമാം ഖുർത്തുബി പറയാണ്, ലം യക്തഫി ബിൽ മുഹാജ്ജത്തി ബിൽ ലിസാൻ ബൽ കസ്റ അസ്നാമഹും ഫിഅല വാസിഖിൻ ബില്ലാഹി തആല. നാവ് കൊണ്ടുള്ള ന്യായവാദങ്ങൾ മാത്രം പരിമിതപ്പെടാതെ പടച്ച റബ്ബിൽ അത്രമാത്രം ഉറപ്പിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ തന്നെ അവർക്ക് അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം അവിടെ ശ്രമിച്ചത്. എന്തിനും തയ്യാറായി തന്റെ ദീനിനെ സ്ഥാപിക്കാൻ, തന്റെ ദീനാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അവിടെ ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതിനാണ് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്, തല്ലാഹി ലഅകീദന്ന അസ്നാമക്കും ബഅദൻ തുവല്ലു മുദ്ബിരീൻ നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിന് ശേഷം. എന്താണ് ഉദ്ദേശം എന്നത് അല്ലാഹു അഅലം. തഫ്സീറൊക്കെ പറയുന്നത് അവർക്ക് പ്രത്യേകമായ ഒരു ആഘോഷ ദിവസമുണ്ടായിരുന്നു. അതിലേക്ക് എല്ലാവരും പോകും, നാട്ടുകാർ മൊത്തം പങ്കെടുക്കുന്ന ഒരു പൊതുവായ ഒരു ഉത്സവമാണത്. അപ്പൊ അന്ന് ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും പോകുന്ന ദിവസമാണ് അത്. ആ ദിവസം പക്ഷേ ഇത് പറയുമ്പോൾ അടുത്തായിട്ടുണ്ടാവാം. അപ്പൊ അതിലേക്കുള്ള പോക്കാണ് എന്നാണ് പറയുന്നത്. അതായത് അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ആഘോഷം കൊല്ലത്തിൽ ഒരിക്കൽ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നാടൊന്നാകെ പോകുമ്പോൾ ഇവിടെ ആരുണ്ടാവില്ല. ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഞാൻ ചില പണികൾ ചെയ്തു വെക്കും എന്നാണ് അദ്ദേഹം അവിടെ മനസ്സിൽ കണ്ട പ്ലാൻ അദ്ദേഹം പറഞ്ഞുവെന്നാണ്. അത് വഖാല ഇബ്രാഹിം ഫീ നഫ്സിഹി എന്നാണ്. അത് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു എന്ന് ഇമാം മുജാഹിദ്, ഇമാം ഖത്താദ തുടങ്ങിയവരൊക്കെ പറയുന്നു. അവർ മനസ്സിൽ പറഞ്ഞു, അല്ലെങ്കിൽ സ്വകാര്യമായി ചില ആളുകളോട് അദ്ദേഹം അത് പറഞ്ഞു. പബ്ലിക്കായി പ്രഖ്യാപിച്ചതല്ല, ഒന്നോ രണ്ടോ ആളോട് സ്വകാര്യത്തിൽ പറഞ്ഞു. അതാണ് പിന്നീട് പുറത്ത് പിന്നെ അവർ പറഞ്ഞല്ലോ, പിടിക്കപ്പെട്ടപ്പോ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇവയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കേട്ടിരുന്നു എന്ന് അവര് പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഞാനിതിൽ ഒരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു. ആ ഈദ് ദിവസത്തിൽ എല്ലാവരും പോയ തക്കത്തിൽ അദ്ദേഹം പോകാതിരിക്കുകയും അദ്ദേഹം ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു എന്ന് കാണാം. ഇന്നീ സഖയും സുഖമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയും അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം അദ്ദേഹം ഇവയുടെ കാര്യത്തിൽ ഒരു കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തുവെന്നാണ് ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെ ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും, ഫജഅലഹും അവയെ അദ്ദേഹം ആക്കി, ജുദാദൻ കഷ്ടമാക്കി മാറ്റി. ജുദാദ് ഖിത്അൻ എന്നർത്ഥം. ജദ്ദ എന്ന് പറഞ്ഞാൽ കസറ, ഖത്അ എന്നൊക്കെ അർത്ഥം. ജദ്ദ ഖത്അ മുറിച്ചു, കസറ പൊട്ടിച്ചു എന്നൊക്കെയാണ് ജദ്ദ എന്ന വാക്കിന് അർത്ഥം. അതിലിതാണ് ജുദാദ് എന്ന പദമുണ്ടായത്. ജദീദുൻ എന്നാണ് അതിന്റെ ഏകവചനം. ജുദാദ് ബഹുവചനമാണ്.
ജദീദ്, ഹഷീം എന്നർത്ഥം. സാധാരണ ഈ പുട്ടും പൊടിയും അതേപോലെ തുണ്ടങ്ങൾ അതിനൊക്കെയാണ് ഹഷീം എന്ന പദം ഉപയോഗിക്കുക. ഹഷീം, ഹാഷിമൊക്കെ ആ അർത്ഥമാണ്. അതിന് ബഹുവചനമാണ് ജുദാദ്. ജുദാദ് എന്നും പറയാം, ജിദാദ് എന്നും പറയാം. രണ്ടും പ്രയോഗമുണ്ട്. പക്ഷെ കൂടുതൽ നല്ല പ്രയോഗം ലമ്മ കൊണ്ട് ജുദാദ് എന്നുള്ള പ്രയോഗമാണ്. ഫജഅലഹും ജുദാദൻ, അങ്ങനെ അവയെ അദ്ദേഹം കഷ്ണങ്ങളാക്കി മാറ്റി. ഇല്ലാ കബീറൻ ലഹും, അവരിലെ വലിയതിനെ ഒഴികെ, വലിയതൊഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം കഷ്ണങ്ങളാക്കി മാറ്റി. ലഅല്ലഹും ഇലൈഹി യർജിഊൻ, എന്താണ് ആ വലുത് ബാക്കി വെച്ചത്? കാരണം ലഅല്ലഹും, ഒരുപക്ഷെ അവരായേക്കാം, ഇലൈഹി യർജിഊൻ, ഇതിലേക്ക് മടങ്ങി വന്നേക്കാം. അഥവാ ഒന്നുകിൽ ഈ വലിയ വിഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. അപ്പൊ ഇത് മാത്രം നിൽക്കുന്നു, അല്ലാത്തവയെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് കാരണം എന്നൊരു പക്ഷെ അന്വേഷിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ച് ഒരുപക്ഷെ അവർക്കൊരു വെളിച്ചം കിട്ടിയേക്കാം. അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം ലഅല്ലഹും ഇലൈഹി എന്ന് പറഞ്ഞാൽ ഇലാ ഇബ്രാഹീമ വദീനിഹി എന്നാണ്. ഇബ്രാഹിം നബിയിലേക്ക്, ഇബ്രാഹിം നബിയുടെ മതത്തിലേക്ക് ഒരു പക്ഷേ ഒരു മടങ്ങിയേക്ക്. ഇത് കാണുമ്പോൾ നമ്മൾ ആരാധിച്ചത് ആരാധ്യന്മാരാണല്ലോ, അവക്കൊന്നും ഒരു ശക്തിയുമില്ല, ശേഷിയുമില്ല. അവക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ പോലും അതിന് പ്രതിരോധിക്കാൻ പോലും കഴിയാത്തവയാണൊക്കെ. എങ്കിൽ ഇബ്രാഹിം പറഞ്ഞത് ശരിയാണ്, നമുക്കിതൊക്കെ ഒഴിവാക്കി ഇബ്രാഹിമിന്റെ മതത്തിൽ കൂടാം എന്ന് പറഞ്ഞൊരു പക്ഷേ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന തഫ്സീറും അതിന് നൽകപ്പെടുന്നുണ്ട്. ഏതാണെങ്കിലും എല്ലാം അദ്ദേഹം തുണ്ടം തുണ്ടമാക്കി മാറ്റുകയും വലിയതിനെ മാത്രം അവിടെ നികർത്തുകയും ചെയ്തു. അവിടെ ചിന്തിപ്പിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം ചെയ്തു വെച്ച ഒരു വഴിയായിരുന്നു അത്. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا أجئتنا بالحق أم أنت من اللاعبين قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون سبحانك اللهم. السلام عليكم.